ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു ആപ്പിലൂടെ നമുക്ക് സ്വന്തമായി നമ്മുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽസ് നമുക്ക് സ്വന്തമായി തന്നെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുൻപ് ഈ ഒരു സേവനം നമുക്ക് ആധാർ സേവാ കേന്ദ്രം വഴി മാത്രമായിരുന്നു ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. UIDAI പുറത്തിറക്കിയ ഏറ്റവും പുതിയ ആധാർ ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ മാറ്റുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത്ര അറിവുകൾ ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആധാർ ആപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങളുടെ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 6 അക്ക പിൻ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പിൻ നമ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പിൻ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം യുവർ പിൻ എന്നുള്ള ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ആധാർ ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ നമ്മുടെ ഫോട്ടോയും പേരും നമുക്ക് കാണാവുന്നതാണ്. അതിന് നേരെയുള്ള ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മുടെ ആഡ് ചെയ്ത മെമ്പേഴ്സിനൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു മെമ്പർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ആഡ് അനദർ പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് പുതുതായി ആഡ് ചെയ്യേണ്ട മെമ്പറുടെ ആധാർ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഫേസ് ഓതൻറ്റിക്കേഷൻ അഡ്വൈസറീസ്. ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം ഇവിടെ താഴെയുള്ള കൺസെൻറ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ നമ്മുടെ ക്യാമറ ഓപ്പണായി വരുന്നതായിരിക്കും. ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് ഫ്രണ്ട് ക്യാമറ ആയിരിക്കും ഓപ്പണായി വരുന്നുണ്ടായിരിക്കുക. ഇവിടെ താഴെയുള്ള ആരോ കീയിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ റൗണ്ടിനുള്ളിൽ കണ്ണിൻ്റെ സിമ്പിൾ കൊടുത്തതിൽ നമ്മുടെ കണ്ണ് വരുന്ന വിധത്തിൽ കറക്റ്റായി വെച്ചതിന് ശേഷം കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പം നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫേസ് ഓതൻറ്റിക്കേറ്റഡ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ വീണ്ടും ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ആരോക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട മെമ്പർ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏത് മെമ്പറുടെയാണോ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു മെമ്പറുടെ പ്രൊഫൈൽ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു മെമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴ്ന്ന് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ സർവീസസ് എന്നുള്ളതിൽ മൈ ആധാർ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ടാബിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. മൈ ആധാർ അപ്ഡേറ്റ്സ് എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ, അഡ്രസ്സ്, നെയിം, ഇമെയിൽ ID ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ സേവനങ്ങളും എനേബിൾ ആയിട്ടില്ല. അഡ്രസ്സ്, നെയിം, ഇമെയിൽ ID തുടങ്ങിയ സേവനങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കമ്മിങ് സൂൺ എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. നിലവിൽ ഈ സേവനങ്ങൾ നമുക്ക് വെബ്സൈറ്റ് വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മൊബൈൽ നമ്പറാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും പുതുതായി വന്നിട്ടുള്ള ഫീച്ചറും. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നതിന് നേരെയുള്ള ആരോ കീയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ട ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും വായിച്ച് നോക്കാം. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് ഏകദേശം ഒരു 5 മിനിറ്റ് സമയം എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആകുന്നതിന് വേണ്ടി 30 days ആണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അതിന് മുമ്പ് ആകുന്നതായിരിക്കും. പ്രോസസ്സിംഗ് ഫീ ഉണ്ട്, അത് 75 രൂപയാണ്. ഇതിനു വേണ്ടി ആവശ്യമുള്ളത് നിലവിലെ മൊബൈൽ നമ്പറും അതുപോലെ പുതിയൊരു മൊബൈൽ നമ്പറുമാണ്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നിലവിലെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ നിലവിലുള്ള മൊബൈൽ നമ്പർ കയ്യിലില്ലാത്തവർക്ക് ഇത്തരത്തിൽ ചെയ്യാനായിട്ട് കഴിയുകയില്ല. പുതിയ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ, ഫേസ് ഓതൻറ്റിക്കേഷൻ, പേയ്മെൻറ്റ്, കംപ്ലീഷൻ ഓഫ് റിക്വസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ OTP വെരിഫിക്കേഷനാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP കോഡ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും.
ഇവിടെ നമുക്ക് നമ്മുടെ നിലവിലുള്ള മൊബൈൽ നമ്പർ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് താഴെയുള്ള കോളത്തിൽ നമുക്ക് വേണ്ട അപ്ഡേറ്റ് ചെയ്യേണ്ട പുതിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കോളത്തിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട പുതിയ മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിയ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ OTP എന്നുള്ള ഈ ഒരു ഭാഗത്തൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസ് ഓതൻറ്റിക്കേഷൻ ആണ് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെയുള്ള ഫേസ് ഓതൻറ്റിക്കേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളുടെ ആ ഒരു ഫേസ് ഓതൻറ്റിക്കേഷൻ നേരത്തെ പോലെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേറ്റഡ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം ഇനി നമുക്ക് അടുത്ത് പേയ്മെൻ്റ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമ്മുടെ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി താഴെയുള്ള കൺഫേം ആൻഡ് പേ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യുന്നത്. ഗൂഗിൾ പേ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ സാധാരണ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ ആ ഒരു പേയ്മെൻറ്റ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളത് കാരണം നമുക്ക് ആ ഒരു സ്ക്രീൻ ഇവിടെ കാണിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ആധാർ ആപ്പിലോട്ട് തന്നെ വരുന്നതായിരിക്കും കൺഫേമിംഗ് പേയ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കൺഫേം ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നുള്ളത് വന്നു. യുവർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയുള്ള ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു അക്നോളജ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം ഇനി നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ട് തന്നെ വരുന്നതായിരിക്കും. ശേഷം നമുക്ക് ഇവിടെ താഴെയുള്ള മൈ ആധാർ അപ്ഡേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ആധാർ അപ്ഡേറ്റ് സർവീസസിന് താഴെയായിട്ട് മൈ പാസ്റ്റ് അപ്ഡേറ്റ്സ് എന്നുള്ളതിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ളൊരു ടാബ് കൂടെ വന്നത് കാണാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് കൊടുത്തത് മൊബൈൽ നമ്പർ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിന് നേരെയുള്ള ആരോ കീയിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഓരോ സ്റ്റേജ് വൈസ് ഉള്ള സ്റ്റാറ്റസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇവിടെ ഡ്രാഫ്റ്റ് സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റ് സ്റ്റേജ് കംപ്ലീറ്റഡ് ആണ്. വെരിഫിക്കേഷൻ സ്റ്റേജ് ഇൻ പ്രോഗ്രസ് ആണ്. വാലിഡേഷൻ സ്റ്റേജും ഇൻ പ്രോഗ്രസ് ആണുള്ളത്. കംപ്ലീറ്റഡ് അതിലും ഇൻ പ്രോഗ്രസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ആപ്ലിക്കേഷൻ കൊടുത്ത ഉടനെ തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജ് എല്ലാം തന്നെ കംപ്ലീറ്റഡ് ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റേജസ് എല്ലാം കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആകുന്നത്. ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആപ്പ് നമ്മളൊന്ന് വീണ്ടും ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്പ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആ ഒരു സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മൈ ആധാർ അപ്ഡേറ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റേജസ് എല്ലാം തന്നെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എല്ലാം കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേജസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മൾ നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെയൊക്കെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ ഇത്തരം അറിവുകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.